ഡേ 4 ഞങ്ങൾ ഋഷികേശിലേക്ക് പോവാണ്, ഞങ്ങളുടെ സ്പോട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 5:41. കൈസ് ഇവിടെ ഭയങ്കര തണുപ്പാണ് കൈസ്. കയ്യൊക്കെ വരച്ച പോയി കൈസ്. ഇതൊക്കെ നിനക്ക് നടക്കുന്നുണ്ടോ? ഭയങ്കര ചൂടാണ് കൈസ് ഇവിടെ. സൈക്കിളൊക്കെ പോകുന്നുണ്ട്. അയ്യോ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, കാരണം ഭയങ്കര നോയ്സാണ്. അയ്യോ, അപ്പൂൻ്റെ സെറ്റർ, ഞാൻ സെറ്റർ കൊണ്ടുവന്നില്ല, അപ്പൂൻ്റെ സെറ്ററും വാങ്ങിയിട്ട് പോവാണ്. എന്തൊരു തണുപ്പാ, പക്ഷെ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ തണുപ്പാണേലും. ഹലോ ഗൈസ്, നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് ഇനിയും കുറേ പോകാണ്ട്. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് അല്ലായിരുന്നു ബസ് സ്റ്റാൻഡുള്ളത്. അപ്പോൾ ഞങ്ങൾ ആ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ സ്ഥലം. ഫുള്ള് മഞ്ഞുകൊണ്ട് ഫുള്ള് രക്ഷയില്ലാതെ മൂടി കിടക്കുകയാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. കൈയും കാലൊക്കെ ഇങ്ങനെ മരച്ചിരിക്കുകയാണ്. ഒരു ചെങ്ങാനെ പരിചയപ്പെട്ടു. ചെങ്ങായി പറഞ്ഞാൽ നമ്മളിങ്ങനെ റൂമിലൊന്നും താമസിക്കേണ്ട ആവശ്യമില്ല, ശരിക്കും ഇവിടെ ആശ്രമം ഉണ്ടെന്ന് പോലും. ആശ്രമത്തിൽ താമസിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫെസിലിറ്റീസ് കിട്ടും പോലും. എന്നു വെച്ചാൽ ആശ്രമത്തിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. നമുക്ക് ചൂടുവെള്ളം, നല്ല ഫുഡ്, പിന്നെ ചൂട് ആയാലുള്ള സാധനം, ഹീറ്റർ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കിട്ടുന്നു. പക്ഷെ നമ്മളിവിടെ നമ്മുടെ റൂമിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. കുടിക്കാൻ വെള്ളം പോലും ഇല്ല. തലയിൽ വെക്കാൻ വേണ്ടി ഒരു ക്യാപ്പ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. दिस टाइप ऑफ कैप चाहिए. हाँ, ब्लैक का कितना है? ये ब्लैक कितना है? 120 का. इंग्लिश बोलो. 120. Yes. Oh, it's too much high. ये देखो. ये दिस कलर. भैया 120 is too much high. 70 रुपीज को दे दो. नहीं, 100 रुपीज ओनली. 100 रुपीज बहुत ज्यादा है. महंगा कैमरा ले रखा है क्या तुम्हें? അരേ ആക്ച്വലി ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ 2 തൊപ്പി വാങ്ങി. ഷോപ്പുണ്ടോ അവിടെ? പുള്ളീൻ്റെ അടുത്ത് തൊപ്പി ഉണ്ടായിരുന്നു. തൊപ്പി പറഞ്ഞാൽ മറ്റേ ക്യാപ്പില്ലേ, ക്യാപ്പ് 2 വാങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരു ബസ് എടുക്കാൻ പോകാൻ തോന്നുന്നു. ആദ്യം അയാൾ 120 രൂപയാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഒരു പുള്ളീനെ കണ്ട് ഞാൻ പുള്ളി എന്ത് ചെയ്തു, പുള്ളി എൻ്റെ കൂടെ വന്ന് ഞങ്ങൾ വില പേശി 120 രൂപ പറഞ്ഞു. നമ്മൾ വരാൻ നേരത്ത് ട്രെയിനിൽ ആക്ച്വലി അതിന് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എത്തുമ്പോൾ ചെറിയ പൈസക്ക് കിട്ടില്ല വിചാരിച്ചു ഞാൻ അവിടെ നിന്ന് വാങ്ങിയില്ല. അങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് പുള്ളി എന്ത് ചെയ്തു, വില പേശി ഞങ്ങൾ 2 വഴി പുള്ളീനെ വിളിച്ചുകൊണ്ട് പോയി. പുള്ളി എന്ത് ചെയ്തു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വില പേശിയിട്ട് ഒരു 80 രൂപയ്ക്ക് സാധനം കിട്ടി. 2 വാങ്ങിയുണ്ട്, എനിക്കും ജോജാക്കും വാങ്ങി. സാധനം ആക്ച്വലി നല്ല ഫിറ്റാണ് കേട്ടോ, കംഫോർട്ട് ഉണ്ട്. പക്ഷേ എന്താ പറയുക, കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും അവിടെ ഇങ്ങനെ മഞ്ഞിങ്ങനെ കൂടി വരികയാണ് കേട്ടോ. ഫുള്ള് അവിടെ ഇവിടെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി ഫുള്ള്. ഇതാണ് ഞങ്ങളുടെ ബസ് കേട്ടോ. ഈ ബസ്സിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോവുക. ആക്ച്വലി പുള്ളി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, പുള്ളിയും ജമ്പ് ചാടിയിട്ടുണ്ട്. അതായത് പുള്ളീൻ്റെ മാസ്റ്റർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ പുള്ളി ജമ്പ് ചാടി. ആക്ച്വലി ഇവിടെ ആർക്കും മലയാളം അറിയത്തില്ല കേട്ടോ. മലയാളം അറിയില്ലാത്തതുകൊണ്ട് എന്തുവേണേലും പറഞ്ഞുകൊണ്ട് കേൾക്കാം. ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ ഒരു ബംഗാളി വന്നിട്ട് ഹിന്ദി സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയുണ്ടാവും, അതേ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോമഡിയാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അടിപൊളി തണുപ്പ് പറഞ്ഞാൽ അടിപൊളി തണുപ്പാണ്. പുക വരുന്നുണ്ട് വായിക്കൂടെ, കാണുന്നില്ല അല്ലേ? നല്ല രസമാണ് കേട്ടോ, എക്സ്പീരിയൻസ് ചെയ്യേണ്ട സമയമാണ്. പിന്നെ ഇവിടെ നമ്മൾ ഇവിടെ റൂം എടുക്കണ്ടായിരുന്നു. ഇവിടെ ആശ്രമം ഉണ്ട് പോലും. ആശ്രമത്തിൽ താമസിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ചു പറഞ്ഞാൽ ഈ ബസ് ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല. അതാണ് പ്രശ്നം. കാരണം എന്താ വെച്ചാൽ അങ്ങോട്ട് പോകുന്ന പോലെ ഇങ്ങോട്ട് ബസ് ഉണ്ടാവില്ല. കാരണം ഒരു ദിവസത്തിൽ ഒറ്റൊരു ബസ് ഉണ്ടാവും എന്നുള്ളതെന്നാണ് പറഞ്ഞത്.
പിന്നെ വരണമെങ്കിൽ ജീപ്പോ അങ്ങനത്തെ എന്തെങ്കിലും വിളിക്കണമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം ഇവിടുന്ന് ഓട്ടോയ്ക്ക് അങ്ങോട്ട് പോകണവരെ 1000 സംതിങ് റുപ്പീസാണ് വേണ്ടത്. 1050 രൂപയാണ് ഇന്നലെ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ വല്ല സിറ്റുവേഷനും വന്നാൽ പണി പാടും. ആക്ച്വലി ഇവിടെ തണുപ്പത്ര കുഴപ്പമില്ലാത്ത തണുപ്പാണെന്ന് പറയാം. അയ്യോ മഞ്ഞ് വീഴുന്നില്ലതേ ഉള്ളൂ. കയ്യൊക്കെ ഫ്രീസായിട്ട് ഇതുണ്ടോ ഉറച്ചിരിക്കുകയാണ്. സ്കിന്നൊക്കെ ഇങ്ങനെ വലിഞ്ഞു പൊട്ടുക. ബസ് എടുക്കാനായില്ല. എല്ലാവരും ഇതിൽക്കൂടെ നടപ്പുണ്ട്. ഇന്നുണ്ടോ ഫുൾ ആൾക്കാരാണ്. എല്ലാവരുടെയും കയ്യിൽ ഓരോ തൊപ്പിയും സെറ്ററും ഉണ്ടാവും കേട്ടോ. ശരിക്കും ഇന്ന് ബസ്സിൻ്റെ ഉള്ളിൽ പോയിരിക്കട്ടെ. നല്ല തണുക്കുന്നുണ്ട്. അപ്പുൻ്റെ ഹുഡീസാണ്. ഞാനവിടെ ഒരു കോപ്പ് എടുക്കാതെ വന്നേ. ഹലോ ഗൈസ്. ഹായ് ഗൈസ്. എല്ലാവരും ബസ്സിൻ്റെ ഉള്ളിലാണ് ഗൈസ്. എന്നിട്ട് അപ്പോൾ ആരോടാ സംസാരിച്ചോണ്ടിരിക്കുക. ഇവിടെ ഒരു തുള്ളി ലൈറ്റില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. ടാറ്റക്കരു ഞങ്ങളുടെ കൈ കിടക്കുന്ന സാധനം കണ്ടിട്ട് അപ്പനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സാധനം വാങ്ങാൻ പോവാണ് അല്ലേ അപ്പു? അപ്പന് ഇനി കുറച്ച് തരുമൊന്നുമില്ല, അത് മാക്സിമം ആണ്. ഹായ് ചായ വേണം. സെയിം സാധനം തന്നെ അവന് ഇട്ടു. आपका नाम क्या है? हमारा नाम देवेंद्र सिंह. हाय करो. हाय करो. हेलो. इसके पास सारा है ड्रेस, फुल्ली कोल्ड आइटम्स. बहुत कम पैसा दिया इन्होंने. हाँ 120 है इसका ओरिजिनल प्राइस. वो हमको 80 में गिव करता है ना साहब जी? Yes, yes, yes. പൈസ കൊടുക്കാണ്. പൈസ എടുക്കാൻ പറ്റുന്നില്ല. പുള്ളി എനിക്ക് നേരത്തെ ഒരു എക്സ്ട്രാ 20 റുപ്പീസ് തന്നു. ഇവിടെ അടുത്തടുത്ത് തന്നെ 2 കടയുണ്ട് കേട്ടോ. രണ്ടും ഒരേ കട തന്നെ, മറ്റേ ഇതിൻ്റെ തന്നെ സെറ്റർ സാധനങ്ങളും ഫുള്ള്. सामने एक लड़की है. दिस इज वेरी सुंदर. कालू. नो कालू मीन्स ज़ूम क्यों नहीं हो रहा है? ज़ूम नहीं है भैया. अरे यार वो कैसे नहीं गई? very smart. Dangerous. I have my YouTube channel 1 million plus subscriber and I meet my subscriber. See this. हेलो ये कैसे हो? This is my subscriber. हमें बैटरी से चाहिए. Hello. Hi. This is my fan. You know my popularity. Big fan. अच्छा ये see this. भैया मेरा फोटो fan- भैया. ये मैं हमका फैन है मैम. दिखा मैं बनाता हूँ. And आगे से स्कूल के बच्चे आएंगे. See this. हमें दिखा दो. ये कितना वाला था? कौन है? 20 बीघा की दुकान. हाँ ये तो शायद से वही है. कसम से. Customs. ये यहाँ पे 20 बीघा से कौन है? इसके एरिया का है ना, वो ये कह रहा है. हाँ ठीक है. This guy is very cute. Very cute. What's your name? अच्छा लुकिंग है. Yeah. से बैठा है. ये ना. हाय ब्रो. आपका नाम क्या है? अरे अंकल प्यार से बोल लो. हाय ब्रो. हेलो. भाई ओए कुछ बनो चाहिए हला. हाय ब्रो. कुछ आपका नाम बात क्या है? कर. हाँ आप सुजल. कितना क्लास में? सिंचन. इंसान. सिंचन है तेरा नाम है? क्या चाहिए? सुजल. सुजल सुजल. सुजल. हाँ ठीक है. क्लास क्लास क्या है?
कौन सी क्लास में है? 10वीं में? कसम से बोल। कैमरा बंद है ना, भूल गया क्या? हाय बोलो, हाय बोल, हाय बोल। इधर देखना। हाय बोलो कैमरा, हाय बोलो ना। हेलो बोल ना। नमस्ते बोल। दे ऐसे सरमान केक थी। ऐसे बोलना है। ये इसका नाम क्या है? इसका नाम क्या है? तेरा भाई नहीं है वो? कहाँ बोलो? आपको इंग्लिश मालूम, अंग्रेजी मालूम? आप केरला में आती है? केरला में आते हैं, तुम्हें इंग्लिश सिखाता है क्लास, इंग्लिश क्लास। He is आती, not आता। चार्ज खत्म हो जाएगा तुम। बोलो भैया, हाय बोलो, हाय बोलो। अबे भाई, भाई तेरे को ही बोल रहा है यार, सलमान। हाय बोलो सलमान, सलमान खान बस। अरे यार बोलो टाटा, बोलो टाटा, टाटा, बाय बाय, सी यू। നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിരിക്കുകയാണ്. Hi guys, आपका नाम बताओ. this is Aditya here. I'm from Mumbai, so I just made a good few friends here, 3 people. ഞങ്ങൾ 3 പേരാണ് ഫ്രണ്ട്സ്. Yeah, and these people has been a great company for me since today morning. Although I am solo, I never felt that I am alone. தமிழ்ல பேசு, தமிழ் பேசு. தமிழ் பேசுகிறேன். நான் இங்கே தனியாக தான் வந்தேன் சோலோ ட்ரிப்புக்கு. நான் பாம்பேலேருந்து வந்திருக்கேன். ஆனால் இங்கே இந்த 3 பேரை பார்த்த உடனே தனி மனுஷால்கிட்ட பேசுகிற மாதிரி இல்லை, எல்லாம் நம்ம மனுஷா, நம்ம ஃப்ரெண்ட்ஸ் ஆகிட்டாங்க எல்லோரும். அண்ட் இங்கே ஐ எம் ஹேவிங் அ கிரேட் டைம் வித் தெம். தேங்க்யூ. ஆக்சுவலி உங்களுக்கு எவ்வளோ லாங்குவேஜ் தெரியும்? 5 லாங்குவேஜ் தெரியும். 5 லாங்குவேஜ், இங்கிலீஷ், ஹிந்தி, மராட்டி, குஜராத்தி, பஞ்சாபி, மலையாளம் கொஞ்சம் கொஞ்சம். எவ்வளோ பெரிய மனுஷன் தெரியுமா? அப்படியே அவ்வளோலாம் இல்லை. இல்லை இவங்க ரொம்ப ரொம்ப அட்வென்ச்சர்ஸ் பண்ணியிருக்காங்க. அப்படியே நான் പാരഗ്ലൈഡിങ് പിന്നെ വേറെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിയൊരു വലിയ ചങ്ങയാണ്. എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ ഒരു ഇതുണ്ടാവില്ലേ, പൊളി. இங்கே எக்ஸைட்மெண்ட்டாக இருக்கா உங்களுக்கு? எக்ஸைட்மெண்ட்டாகவும் இருக்குது, த்ரில்லிங்காகவும் இருக்குது. பயம் இல்லை, பயம் இருந்தாலும் காட்டிக்க மாட்டேங்கிறேன்னா. ஆமாம், ஐ எம் வெரி எக்ஸைட்டட். நீங்கள் என்னெல்லாம் பண்ணிருக்கு? நான் அட்வென்ச்சர் ஸ்போர்ட்ஸை பார்த்தா பேராகிளைடிங் பண்ணியிருக்கேன். அண்ட் இன்றைக்கி வந்து பஞ்சி ஜம்பிங், ஃப்ளையிங் ஃபாக்ஸ் பண்ண போகிறேன். நாளைக்கு ரிவர் ராஃப்டிங். அண்ட் அது தவிர்த்து நான் வந்து மகாராஷ்டிராவில் வாட்டர் ராப்லிங்னு ஒரு ஈவெண்ட் நடக்கும், அது பண்ணியிருக்கேன். இன்னும் கொஞ்ச நாளில் நான் ஸ்கை டைவிங் பண்ணுறதா பிளான் வச்சுட்டுருக்கேன். துபாயிலேருந்து. யா, കേട്ടില്ലേ, വെറൈറ്റി സംഭവങ്ങളാണ് പുള്ളിൻ്റെ. പേരെന്തായിരുന്നു? ആദിത്യ. മലയാളമൊക്കെ അറിയാട്ടോ. ഓക്കെ. ആക്ച്വലി ഇവിടെ മറ്റേ ഇത് അലൗഡല്ല, ക്യാമറ അലൗഡല്ല. സോ ഞങ്ങൾ ക്യാമറയുടെ ബാഗിൽ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം വെക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, പ്രൈവസി. ഇവിടെ ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. സോ സീ യു. You know, one of the most beautiful thing about music, even the blind can enjoy it. നമ്മുടെ ചെമ്പൊക്കെ കഴിഞ്ഞ് എൻ്റെ പൊന്നളിയാ ഏതാ സൂപ്പർ എന്നറിയോ? ജോജോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പൊളിയായിരുന്നോ? അപ്പൂന് എങ്ങനെ ഉണ്ടായിരുന്നു? ഫാന്റാസ്റ്റിക്, എക്സ്ട്രീം ലെവൽ. അല്ലേ? ചാടി എപ്പോഴാണ് ഫീല് മൊത്തം തോന്നിയേ? താഴെ എത്തിയപ്പോൾ. ആക്ച്വലി അത് അവിടെ ക്യാമറ അലോഡല്ല, നമ്മൾ ഋഷികേശിലാണ് ചാടാൻ വന്നത്. ദിസ് ഇസ് സെപ്പറേഷൻ. അപ്പോൾ ചാടിക്കഴിഞ്ഞത് ആ ബോൺസായിട്ട് അങ്ങ് റിട്ടേൺ വരുമ്പോഴേക്കും ഒരു പ്രത്യേക ഫീലാണ്. പൊളി വൈബ് എന്ന് പറഞ്ഞാൽ പൊളി വൈബ്. മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. അവിടെ കുറേ ഉണ്ടായിരുന്നു. പറയാൻ പറ്റില്ല, അമ്മാതിരി സീനായിരുന്നു. അടിപൊളി വൈബായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് രാം ജുവൽ എന്ന് പറഞ്ഞ ഇവിടെ ഒരു മറ്റേ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ബോട്ട് കഴിഞ്ഞ് പോകുന്നൊരു പരിപാടി ഉണ്ട്. അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ കയറി ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ മറ്റേ കമ്പിയൊക്കെ കെട്ടിയിട്ട് സെറ്റപ്പായിട്ട് കുറേ പേരുണ്ട്. അടിപൊളി, നല്ല ട്രെയിനേഴ്സാണ്, ഫുള്ള് സേഫ്റ്റിയാണ്, പക്ക. സമയം കിട്ടുവാണെങ്കിൽ മസ്റ്റ് വാച്ച് ചെയ്യുന്ന സ്ഥലമാണ്. അടിപൊളി എക്സ്പീരിയൻസ്.
പിന്നെ ചാടിയപ്പോ നല്ല സീനിലായിരുന്നോ? പിന്നെ സീനിലായിരുന്നോ? ആ മേലേക്ക് വന്നതിന് അതാണ് സംഭവം. ആ മുകളിലേക്ക് ചാടിക്കഴിഞ്ഞാൽ മുകളിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ഫീലാണ് ശരിക്കും ഫീല്. ഇതാണ് സ്ഥലം. ദിസ് ഈസ് ദ ജമ്പിങ് സ്പോട്ട്. ഇവിടെയാണ് നമ്മൾ ചാടിയത്. അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ. നമ്മൾ തിരിച്ച് നടന്നുകൊണ്ട് നമ്മൾ ബസ്സിൽ വന്നില്ലേ, നമ്മൾ ബസ്സിൽ വന്ന വഴി മൊത്തം നമ്മൾ തിരിച്ച് നടക്കാൻ പോകും. അവിടെ ലക്ഷ്മൺ വില്ല, രാമഞ്ച് വില്ല അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടെ നൈറ്റ് വ്യൂ അടിപൊളിയാണ് ഇവിടെ കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ നൈറ്റ് വ്യൂ ഒന്ന് കാണുന്നുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ നാളെ രാവിലെ ആകുമ്പോഴേക്കും പിന്നെ എന്താ വാട്ടറിൽ തന്നെ റോപ്പിങ്ങോ അങ്ങനെ എന്തൊരു പരിപാടി ഉണ്ട്. ഇത്ര 14 കിലോമീറ്റർ അങ്ങോട്ട്. സോ അതൊന്ന് കവർ ചെയ്യണമെന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇവിടെ അടുത്ത് എവിടെയോ മഞ്ഞ് പെയ്യുന്നു, അവിടെ പോയാലോ നമുക്ക്? മഞ്ഞ് പെയ്യുന്നിടത്ത് ഇവിടെ എവിടെയോ മഞ്ഞുള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അസൂരിയോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് ഇവിടെ മഞ്ഞ് പെയ്യുന്നുണ്ട്, മഞ്ഞുള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റുമെങ്കിൽ അവിടെ ഒന്ന് കാണാൻ പോകണം. ദാറ്റ്സ് ഇറ്റ്. അവർ നടന്നു നോക്കാണ്ടിരിക്കാണ്. ആക്ച്വലി എന്ത് ഭംഗിയാണെന്നറിയാം ഇവിടെ കാണാൻ. ശരിക്കും ഹിന്ദി സിനിമകളിലൊക്കെ കാണുമല്ലേ അല്ലേ? നമുക്ക് അവിടെ പോയി ഇറങ്ങിയാലോ, ഫോട്ടോ എടുത്താലോ? താഴെ പോവാം. അതിന് മുകളിൽ ഹിമാലയം പോണ്ടി വരും. ആക്ച്വലി നമ്മുടെ പ്ലേസിലേക്ക് നമ്മൾ നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 23 കിലോമീറ്റർ ഉണ്ട് മൊത്തം. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ നമ്മളിവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. നമ്മൾ ബസ്സിൽ വന്നപ്പോൾ രാവിലെ നല്ല മഞ്ഞായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ എല്ലായിടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞങ്ങൾ നടന്നു പോവാണ്. അവിടം വരെ നടക്കുമ്പോഴേക്കും എപ്പോൾ എത്തുന്ന ഒരു ഐഡിയ ഇല്ല. ജസ്റ്റ് അങ്ങോട്ട് നടക്കുന്നു അല്ലേ ജോ? അല്ലേ? നമ്മൾ നടന്ന് പോകും. അപ്പോൾ അവൻ ബഞ്ചി ജമ്പിങ് ചാടിയതിൻ്റെ വീഡിയോ അവൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. It's a wonderful experience, man. Very, very powerful. Guts വേണം. ഇതുണ്ടോ ഗട്സ്? ഐ ഹാവ് ദി ഗട്സ്. കാണാൻ പറ്റുന്നുണ്ടോ? ആക്ച്വലി ഈ സാധനത്തിന് എത്ര രൂപയാണെന്ന് അറിയോ? 5 രൂപ. ഞാൻ രാവിലെ ചായ കുടിക്കാൻ നേരത്തെ 20 രൂപ കൊടുത്തിട്ടാണ് ഒരെണ്ണം ഞാൻ കഴിച്ചത്. എന്ത് കോപ്പിലെ പരിപാടി നോക്കി. നമ്മളെല്ലാം ഫുള്ള് ചീറ്റിംഗ് ആണ് ഇവിടെ, ഫുള്ള് ചീറ്റിങ്. ഈ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന്. ആക്ച്വലി നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ജമ്പിങ് ഇധർ ഉധർ 1.8 കിലോമീറ്റർ ആയിട്ടോ. ഓക്കെ, വെൽക്കം. നമ്മൾ ഈ സാധനം തിന്നുകൊണ്ട് റിവർ സൈഡിലേക്ക് പോവാണ്. നല്ല ടെസ്റ്റിംഗ്. അടിപൊളി സ്ഥലം കേട്ടോ, പൊളി വൈബ്. ശരിക്കും ഇനി ഞങ്ങൾ ഹിമാലയയിലേക്ക് കൂടി പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? അപ്പോൾ പോയാലോ? നിൻ്റെ അഭിപ്രായം എന്താ? പോവല്ലേ? ഓക്കെ, ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഹിമാലയയിലേക്ക് വിടാൻ പോവാണ്. ഒരു ഐഡിയ ഇല്ല അങ്ങനെ പോകണ്ടേ. നോ ഐഡിയ പറഞ്ഞാൽ നോ ഐഡിയ, 0 ഐഡിയ. അവിടെ എത്തിയിട്ട് എങ്ങനെ പോകണമെന്നോ എവിടേക്ക് പോകണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ബട്ട് ഞങ്ങൾ പോവും. ഞങ്ങൾ അപ്പം തന്നെ ഡിസിഷൻസ് എടുക്കും, അപ്പം തന്നെ പോകും. അതാണ് ഞങ്ങളുടെ പോളിസി അല്ലേ? അപ്പോൾ അത്രയല്ലേ ഉള്ളൂ, അല്ലേ രാജാ? ഞങ്ങൾക്ക് അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല. അവിടുന്ന് പ്ലാൻ ചെയ്തു, വിത്തിൻ 2 to 5 ഡേയ്സിനുള്ളിൽ ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തു, ബുക്ക് ചെയ്തു, എല്ലാം സെറ്റാക്കി വന്നു. നമ്മളിവിടെ പോന്നു. അത് അങ്ങോട്ടാണ് പോയേ. ഈ വഴിയാണ് വണ്ടി വന്നേ. ഉറപ്പാണോ? എന്ത്? ഇതിലൊന്നുമല്ല, നമ്മൾ അങ്ങോട്ടാ വേണ്ടേ, റിവർ സൈഡ്. വഴി ചെറിയൊരു കൺഫ്യൂസായി. ഇപ്പം അത് പറഞ്ഞുകൊണ്ടിരിക്കാം. വഴി എനിക്കറിയാം. ഹലോ ഗൈസ്,
അലൈൻ ഇവിടെ ഫോട്ടോ എടുക്കുവാള്. ജർഷിൻ കക്കാട്ടാണ് ഫോട്ടോഗ്രാഫർ. കണ്ടോളൂ, അലൈൻ എന്താ പോസ് വെക്കുന്നു ഗൈസ്. ഏതോ പാലമാണ് ഗൈസ്, പാലം കണ്ടു. ഓക്കെ ബൈ ഗൈസ്. ഹലോ ഗൈസ്, പാലം ബാട്ടെ ബൂട്ടി. ഓ അത് കത്തിക്കുന്നുണ്ട് ഗൈസ്. അലൈൻ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു ഗൈസ്. അപ്പോൾ പോസ് വെക്കുന്നു ഗൈസ്. ഗൈസ് താഴെ ഏതോ ടീമുകൾ അരിയും എന്തോ കഞ്ഞി വെക്കാൻ തോന്നുന്നു, എന്താണെന്നറിയില്ല. ഇവിടുത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്തോ. ഇപ്പം നമ്മളിവിടെ ഋഷികേശിൽ നമ്മൾ ജമ്പിങ് ഹൈറ്റ് ചാടി കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഇതിൽ കൂടെ പുഴയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകണം. ആ വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ കൂടെ വന്നത്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ അതിൽ കൂടെ താഴേക്ക് ഇറങ്ങാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നേക്കാണ്. ഇവിടെ ഫുള്ള് അടിപൊളി വ്യൂ കേട്ടോ, അടിപൊളി പറഞ്ഞാൽ അടിപൊളി വ്യൂ. നല്ല രസമുണ്ട് ഇതിലിങ്ങനെ നടന്നു പോകാൻ, നല്ല സുഖമുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റുമാണ് കേട്ടോ. ഫുള്ള് ഇവിടുത്തെ വെള്ളം കണ്ടോ, പ്യൂർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്യൂറസ്റ്റ് ഫോമാണ്. ഞാൻ വെള്ളത്തിലിട്ട് കാണിച്ചതാ. ഇതുണ്ടോ വെള്ളത്തിൽ ഹലോ ഗൈസ്, പ്യൂരിറ്റി വാട്ടറിൻ്റെ കണ്ടോ, വാട്ടറിൻ്റെ പ്യൂരിറ്റി ഉണ്ടോ? അത് കണ്ണാടി പോലെയാണ് വെള്ളമുള്ളത്. അടിപൊളി, പക്ക കണ്ണാടി പോലെ തന്നെ. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ചെങ്ങ ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഇപ്പോൾ 2-3 ഫോട്ടോ എടുത്ത് കൊടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു, ആയിക്കോട്ടെ വേഗം ഡ്രസ്സ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. പുള്ളി അവിടെ പോയിട്ടുണ്ട്. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടോ, ആ ബിൽഡിങ്ങിലാണ് പുള്ളിയാണ്. പുള്ളിക്കപ്പോൾ 2-3 ഫോട്ടോ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പുള്ളി ഡ്രസ്സ് ചെയ്തിട്ട് വേഗം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളീനെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ മറ്റേ സാധനമില്ലേ ഇങ്ങനെ കൂമ്പാരം പോലെ ഇങ്ങനെ കൂട്ടി വെക്കുന്നത്, ആ സാധനം പറഞ്ഞാൽ ടൈം ലാപ്സ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. സമയം കിട്ടണമെങ്കിൽ അത് എടുക്കണം. ഇനി ഇവിടുന്ന് 26 കിലോമീറ്റേഴ്സ് പോകാണ്ട്, അതാണ് പ്രശ്നം. ഓ ഒരു മിനിറ്റ്, ടിങ്കു ടിങ്കു അലക്കുവാണ്. ടിങ്കു ഹായ് ബോലോ, ഹായ് ബോലോ, ഹായ് ബോലോ എന്നാ, ടാറ്റ കറോ, ടാറ്റ ടാറ്റ. ജോജോ ഇങ്ങോട്ട് നോക്കി, എങ്ങനെയുണ്ട്? അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഇത് വന്നില്ലായിരുന്നു, മിസ് ചെയ്യില്ലായിരുന്നോ? പിന്നെ അല്ലാണ്ട് അപ്പോ ഈ സ്ഥലം എങ്ങനെയുണ്ട്? ആ സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളി, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ആണോ? വന്നില്ലായിരുന്നു, മിസ് ചെയ്യില്ലായിരുന്നോ? മിസ് ചെയ്യുമെന്നോ? ലൈഫിൽ ഇതൊക്കെ മിസ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ അതെ അല്ലേ? സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വെരി അമേസിങ് മെമ്മറി. ആക്ച്വലി എൻ്റെ ഗോപ്രോൻ്റെ ചാർജ് ഫുള്ള് തീരാറായി. ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന ഫ്രണ്ടാണിത്. आपका नाम क्या है? टुंडन. आप इधर रहते हो? आपका घर इधर है ना? नहीं, इधर मैं काम करने आया हूँ। काम कर रहे हैं? आपका घर कहाँ है? मेरा घर है पटना, पटना, बिहार। ठीक है. हमका आपका लाइव कर रहे हो या रिकॉर्ड करते हो? कोई बात नहीं। अब मैंने एक यूट्यूब चैनल है. ओके ठीक है.